ഇന്ന് പാഠഭാഗമായി നമ്മൾ വായിച്ചു കേട്ടത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ഭാഗമാണ്. അതിലെ ഒരു വാക്യം മാത്രം വീണ്ടും വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിച്ചു. പ്രാർത്ഥിക്കും. ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഞങ്ങളെ വിശ്വാസത്തിൽ ദിനംതോറും ബലപ്പെടുത്തുന്ന ദൈവമേ, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ദിനംതോറും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും സൗഖ്യത്തെയും തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബോധത്തിൻ്റെ കണ്ണുകളെ ഇന്ന് തുറക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ ഉള്ളത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. ആത്മവിമർശനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും അവസരമായി ഈ വചനധ്യാനത്തെ നീ മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ഹിമാചലിലെ കസോളിൽ സിഖുകാരുടെ വളരെ ശ്രദ്ധേയമായ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. മണിക്കരൺ എന്നാണ് അതിൻ്റെ പേര്. ഒരു ഗുരുദ്വാരയാണ്. ആ ഗുരുദ്വാരയുടെ ഏറ്റവും പ്രത്യേകത അതിരിക്കുന്ന പാർവതി നദിയുടെ തീരം. ആ പാർവതി നദിയുടെ ഗുരുദ്വാരയിരിക്കുന്ന ഭാഗത്തെ ജലം തിളച്ച വെള്ളം ആണ്, ഹോട്ട് വാട്ടർ സ്പ്രിംഗ്. ഏത് രോഗികളും ഈ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ അവർക്ക് സൗഖ്യമുണ്ട് എന്നുള്ള വലിയ വിശ്വാസം സിഖുകാർക്ക് ഉണ്ട്. പല പാരമ്പര്യങ്ങളും ഐതിഹ്യങ്ങളും ഇതിൻ്റെ പിന്നിൽ പറയുന്നുണ്ട്. സിഖുകാർ ഓർത്തിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അവരുടെ ഒരു പാരമ്പര്യം, ഗുരുനാനാക്ക് ഒരിക്കൽ ഈ കസോളിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് തീ കത്തിക്കുവാനുള്ള മാർഗം ഇല്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു. ചോറ് വേകുന്നതിനാവശ്യമായി അവിടുത്തെ വെള്ളം, തിളച്ചു മറിയുന്ന വെള്ളം അവിടെ കൊടുത്തു. അത് ഒരു പാരമ്പര്യം. ഹൈന്ദവ പാരമ്പര്യങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ളത് ശിവനും പാർവതിയും 1100 വർഷത്തോളം ഹിമാലയത്തിൽ താമസിച്ച പ്രത്യേക സ്ഥലമാണ് ഇത്. ഒരിക്കൽ പാർവതിയുടെ മുദ്രമോതിരം, രത്നം പതിച്ച മോതിരം ഈ പാർവതി നദിയിൽ നഷ്ടപ്പെട്ടു. അവിടെ എല്ലാം അന്വേഷിച്ചിട്ടും ആ കല്ല് വെച്ച മോതിരം തിരികെ ലഭിച്ചില്ല. ശിവൻ്റെ 3-ാം കണ്ണ്, തൃക്കണ്ണ് തുറന്നു, അഗ്നി പടർന്നു, ആ വെള്ളം തിളച്ച് മറിഞ്ഞു. എന്നാൽ ശാസ്ത്രീയമായിട്ട് അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നമ്മൾ തിരിച്ച് വായിക്കുന്നത് ഇപ്രകാരമാണ്. ആ വെള്ളത്തിൽ യുറേനിയത്തിൻ്റെയും റേഡിയോ ആക്റ്റീവ് എലമെൻസിൻ്റെയും ഒക്കെ സൾഫറിൻ്റെയും കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ആ വെള്ളത്തിന് സൗഖ്യം നൽകുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് നാട്ടുവിശ്വാസങ്ങളും ഒരുപാട് ദേശീയമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ വേരുകളുമുള്ള ഒരു മണ്ണിലാണ്, ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഭാരതത്തിൽ മാത്രമല്ല, യേശു കർത്താവിൻ്റെ ശുശ്രൂഷാ സമയത്തും പ്രധാന വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി അടയാളമായി നിൽക്കുന്ന സത്യ ഏക ദൈവത്തിൻ്റെ അടയാളമായി നിൽക്കുന്ന ആരാധന സ്ഥലം യെരുശലേം ദേവാലയം അവരുടെ വിശ്വാസത്തിൻ്റെ വലിയ കേന്ദ്രമായിട്ട് നിൽക്കുമ്പോൾ, യെരുശലേം ദേവാലയത്തിനെ ചുറ്റിപ്പറ്റി ചില വിശ്വാസങ്ങൾ, ചില ഐതിഹ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്രകാരമുള്ള ഒരു സംഭവമാണ് ഇന്ന്
യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളവും അതിൻ്റെ മണ്ഡപങ്ങളും, ആ മണ്ഡപങ്ങളിൽ അവിടെ ക്യാമ്പ് ചെയ്യുന്ന വിവിധ രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകൾ സൗഖ്യം കാത്ത് കിടക്കുന്ന സംഭവം നമ്മൾ ചിന്തിക്കുന്നത്. കാലമേറെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത്യാധുനികമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സന്ദർഭങ്ങളിലും വളരെ സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ വിശ്വാസികളും എത്രമാത്രം വിജ്ഞാനത്തിൽ നമ്മൾ മുൻപോട്ട് വളർന്ന് പറന്ന് ഉയരുന്ന സന്ദർഭങ്ങളിലും ചില കൊച്ചു വിശ്വാസങ്ങൾ, ചില അനുബന്ധ വിശ്വാസങ്ങൾ, ചില ഐതിഹ്യങ്ങൾ ആത്യന്തികമായ വിശ്വാസത്തെക്കാൾ അപ്പുറമായി, യെരുശലേം ദേവാലയത്തിനുള്ളിലെ ആരാധനയേക്കാളൊക്കെ അപ്പുറമായി കുളക്കരയിലും മണ്ഡപത്തിൻ്റെ സമീപത്തും ഒക്കെ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ടാകാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് ചിന്തിക്കുന്നത് നമ്മുടെ സൗഖ്യത്തെക്കുറിച്ച്, വിശ്വാസത്തിലൂടെ വചനത്തിലൂടെ സൗഖ്യമാക്കുന്ന യേശു കർത്താവിനെ നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ 1-2 ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ട വചനത്തിന് വളരെയധികം ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുവിശേഷത്തിൻ്റെ സുഗന്ധമുള്ളവരായി തീരുവാൻ അഭിമന്യ സ്തേഫാനോസ് മെത്രാപ്പൊലീത്ത തിരുമേനി പ്രഥമ യോഗത്തിൽ നമ്മളെ ഓർപ്പിച്ചു. ഇന്നലെ നമ്മൾ വിശ്വാസത്തിൻ്റെ സുഗന്ധം നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആരാധനയിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത് വചനസുഗന്ധത്തിലൂടെ എങ്ങനെയാണ് സൗഖ്യം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചിന്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ ഭാഗത്ത് ക്ഷണിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തെ മറ്റ് 3 സുവിശേഷങ്ങൾ, സമവേഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങളുണ്ട്. മറ്റ് 3 സുവിശേഷങ്ങളും അത്ഭുതങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് പകരമായി അതിന് ചേർന്ന് യോഹന്നാൻ ഉപയോഗിക്കുന്നത് അടയാളങ്ങൾ എന്നുള്ള വാക്കാണ്. അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നു. തുടർന്നുള്ള ഒരു അടയാളമാണ് ഈ ബെഥെസ്ദ കുളക്കരയിൽ ദൈവം സൗഖ്യത്തിൻ്റെ ഒരു പുതിയ അടയാളം നൽകി ആ കിടപ്പ് രോഗിയെ സൗഖ്യമാക്കുന്ന സന്ദർഭം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വചനത്തിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സുവിശേഷമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് തുടങ്ങി ആരംഭിച്ച് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി അവതരിപ്പിക്കുന്നത് വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സാധാരണക്കാർക്ക് ഒക്കാത്ത വലിയ ഗ്രീക്ക് ഫിലോസഫിക്കും ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആഴമായ ചിന്തയാണ് അതിനകത്തെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ മജ്ജയും മാംസവും ധരിച്ച വചനം, ആ വചനത്തിന് എത്രമാത്രം പ്രാധാന്യം, വചനത്തിലൂടെയുള്ള രക്ഷ, വചനത്തിലൂടെയുള്ള സൗഖ്യം, വചനം വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് എന്ന് അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നയാളാണ് യോഹന്നാൻ. ആ സുവിശേഷത്തിൽ സൗഖ്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും വേണ്ട ഒരു വിഷയമാണല്ലോ സൗഖ്യം. കൊച്ചു കൊച്ചു രോഗങ്ങളില്ലാത്ത ആരും, ഒരു തലവേദന പോലും ഇല്ലാത്ത, ഒരു വിക്സിൻ്റെ ഗുളികയെങ്കിലും ഉപയോഗിക്കാത്ത ആളുകളില്ലല്ലോ. അതുകൊണ്ട് സൗഖ്യം എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ ഭാഗത്തേക്ക് പ്രവേശിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥെസ്ദ, 2 വാക്കുകളും ചേർത്ത് ഉപയോഗിക്കും. ഒന്നത് കുളത്തിൻ്റെ പേരും ഒന്ന് ആ സ്ഥലത്തിൻ്റെ പേരുമായിട്ട് നമുക്ക് വ്യവച്ഛേദിച്ച് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇത് രണ്ടും തിരിച്ചും മറിച്ചും പറയും, തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത് എന്ന് മാത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ബെഥെസ്ദ എന്നാണ്. ബെത്സൈദ എന്നും അതിന് വിവക്ഷ ഉണ്ട്. യേശു കർത്താവ് യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന 2ാമത്തെ രംഗമാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 1-ാമത്തേത് കാനാവിലെ വലിയ അടയാളം ചെയ്തതിന് ശേഷം 2-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കാണുന്നു, യേശു ക്രിസ്തു യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്നു. ആ യെരുശലേം ദേവാലയം ഒരു വാണിഭശാലയാക്കി മാർക്കറ്റ് പ്ലേസായിട്ട് കണ്ട്, കച്ചവടവൽക്കരിക്കപ്പെടുന്നത് കണ്ട് വളരെയധികം വിഷമിക്കുന്ന
അതിനെ വീണ്ടും പ്രാർത്ഥനാലയമായി ദേവാലയമാക്കി മാറ്റിയെടുക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സന്ദർശനമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ സന്ദർശനം യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രധാന ആരാധന നടക്കുന്ന, ആഘോഷം നടക്കുന്ന, ഒരു പക്ഷെങ്കിൽ അതൊരു പെസഹ പെരുന്നാളാകും. തിരുമേനി ആമുഖത്തിൽ പറഞ്ഞല്ലോ, ചരിത്രകാരന്മാർ പറയുന്നത് ഏകദേശം 27 ലക്ഷത്തോളം, 20 ലക്ഷത്തിലൊക്കെ മുകളിൽ ആളുകൾ ആണ്ടുതോറും പെസഹ പെരുന്നാളിനെ യെരുശലേം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടും. വലിയ ആൾക്കൂട്ടം തമ്പടിച്ചിരിക്കുന്ന, ആരാധനയ്ക്ക്, ഉത്സവത്തിന്, ആഘോഷങ്ങൾക്കായിട്ട് ചേർന്നിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന ഇടങ്ങളിലെ തിരക്കുകളിലേക്ക് യേശു കർത്താവ് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ ആട്ടുവാതുക്കൽ, ഷീപ്പ് ഗേറ്റ്, ആ ഫോർട്ടിക്കോയിൽ യേശു ക്രിസ്തു ചെല്ലുമ്പോൾ അവിടെ കിടപ്പ് രോഗികളായി, നാനാവ്യാധികളാൽ, പല രോഗങ്ങളെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു എക്സെട്ര എന്നാണ് പറയുന്നത്. എല്ലാ രോഗാവസ്ഥയിലുള്ള ആളുകളും അവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത്. അവിടെയുള്ള ഈ രോഗികളുടെ കിടപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതത് സമയത്ത് ദൂതനിറങ്ങി വെള്ളം കലക്കും, അല്ലെങ്കിൽ കുളം കലങ്ങും. കുളം കലക്കുമ്പോൾ ഏത് വ്യാധിയിൽപ്പെട്ട ആളാണെങ്കിലും ആദ്യം ഇറങ്ങിയാൽ സൗഖ്യമാണ്. എന്നാൽ അവിടെ ഇറങ്ങുവാൻ കഴിയാതെ 38 വർഷമായി അവിടെ ക്യാമ്പ് ചെയ്യുന്ന, അതിനേക്കാളേറെ പ്രായമുള്ള ആൾ ആകാം, അദ്ദേഹത്തിന് ഇറങ്ങുവാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ യേശു അവൻ്റെ അടുക്കലേക്ക് ചെന്ന് സംസാരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു വലിയ കൂട്ടം രോഗികൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന രോഗികളുടെ ഒരു ക്യാമ്പിൽ എല്ലാവരോടുമല്ലാതെ യേശു കർത്താവ് ഒരാളോടായിട്ട് പ്രത്യേകം ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കും. വളരെ നിസ്സഹായനായ ഒരു രോഗി. അവനതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് യേസ് എന്നോ നോ എന്നൊന്നും പറയുന്നില്ല. നമുക്കിതെല്ലാം വളരെ വായിച്ച് ഹൃദിസ്ഥമായ പാഠമായതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആ വാക്യങ്ങളെടുത്ത് വായിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തളർവാദ രോഗി നിസ്സഹായനാണ്. ആരും സഹായിക്കാനില്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ. സഹായികളായി, വോളണ്ടിയേഴ്സായി, സന്നദ്ധ പ്രവർത്തകരായിട്ട് ധാരാളം ആളുകൾ പല രോഗികളെയും ഈ കുളത്തിലിറക്കുവാൻ സന്നദ്ധതയോടുകൂടെ നിൽക്കുന്ന കുറച്ച് വോളണ്ടിയേഴ്സ് അവിടെ കാണും. സഭാപ്രവർത്തകർ, പാലിയേറ്റീവ് പ്രവർത്തകരൊക്കെ അവിടെ കാണാൻ സാധ്യമാണ്. എന്നാൽ അവരുടെ മധ്യത്തിലേക്ക് ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന സന്ദർഭത്തിൽ യേശു വന്ന് ഒരാളോടായിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാനായിട്ട് മനസ്സുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത് സമൂഹ സൗഖ്യത്തെ പറ്റിയല്ല. സമൂഹ സദ്യ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒന്നടങ്കമുള്ള സൗഖ്യത്തെ പറ്റിയല്ല പറയുന്നത്. അനേക രോഗികൾക്കിടയിൽ വ്യത്യസ്ത രോഗബാധിതരായ ആളുകൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഇടങ്ങളിൽ യേശുക്രിസ്തു വളരെ സൂക്ഷ്മമായിട്ട്, പർട്ടിക്കുലറായിട്ട് ഒരാളെ കണ്ടതിന് ശേഷം വിരൽ ചൂണ്ടി കണ്ണോട് കണ്ണ് നോക്കി ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഡു യു വാണ്ട് ടു ബി മെയ്ഡ് വെൽ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രിയിൽ നമ്മുടെ ആത്മവിമർശനം, തിരുമേനിയുടെ വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണ്. നമ്മളെ വിമർശിക്കുമ്പോൾ എനിക്ക് സൗഖ്യം ആവശ്യമുണ്ടോ? എനിക്ക് യേശുക്രിസ്തുവിനെ ആവശ്യമുണ്ടോ? അവൻ്റെ രക്ഷ എനിക്ക് ആവശ്യമുണ്ടോ? അവൻ്റെ വചനം എന്നിൽ പ്രവേശിക്കുവാൻ ഞാൻ അനുവദിക്കുമോ? വളരെ പേഴ്സണലായ, നേരിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. യേശു അവൻ്റെ ഒരു മനസ്സമ്മതം ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 41 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കുഷ്ഠരോഗി വഴിയിൽ മുട്ടുകുത്തി യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാനായിട്ട് കഴിയും. യേശുവിന് മനസ്സുണ്ടോ? മനസ്സാകുമോ സുഖമാക്കുവാൻ എന്ന് യേശുവിനോട് അങ്ങോട്ട് ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണ്. ഒരു രോഗി ഡോക്ടറോട് ചോദിക്കുകയാണ്, എന്നെ സൗഖ്യമാകുവാൻ മനസ്സുണ്ടാകണം, എന്നെ നോക്കണം, എന്നെ സൗഖ്യമാക്കണം എന്ന് പറയുന്നത്. ഇന്ന് ധാരാളം ആളുകൾ ഡോക്ടറെ അന്വേഷിച്ച്, വൈദ്യന്മാരെ അന്വേഷിച്ച്, സ്പെഷ്യലിസ്റ്റിനെ അന്വേഷിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ വിദഗ്ധരെക്കാളപ്പുറമായി സർവ്വരോഗസംഹാരി എന്ന് പറയാവുന്ന രീതിയിൽ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശു കർത്താവ് വന്ന് രോഗികളുടെ ഇടയിൽ ഈ രോഗിയെ തിരഞ്ഞു പിടിച്ച് ചോദിക്കുകയാണ്,
ഡു യു വാണ്ട് ടു ബി മെയ്ഡ് വെൽ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് സൗഖ്യദായകനായ ഡോക്ടർ അടുത്തു വരുന്ന സന്ദർഭമാണ്. നമ്മുടെ ഈ പത്രങ്ങളിൽ ഞാൻ ആമുഖം പറഞ്ഞ് വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ 2025 2 വാർത്തകൾ. ഒന്നൊരു ഡോക്ടറിൻ്റെ മരണ വാർത്ത പത്രത്തിൽ വന്നു. അത് കണ്ണൂക്കാരൻ ഡോക്ടറാണ്, രൈരു ഗോപാൽ എന്ന് പറയുന്ന ഡോക്ടർ. പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നൊരു കോളം വന്നത് 2 രൂപ ഡോക്ടർ ഫാമിലിയിൽപ്പെട്ടയാളാണ്. അപ്പനും അമ്മയും എല്ലാം ഡോക്ടറാണ്. 50 വർഷത്തിന് മുമ്പ് ഉള്ള ഫീസാണ് ഒരാളെ പരിശോധിക്കുന്നതിന് 2 രൂപ. അദ്ദേഹം അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒരു കാര്യം എനിക്ക് ഏറ്റവും വളരെ സ്പർശിച്ചത്, ചില ആളുകൾക്കൊക്കെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 2 രൂപ കൊടുക്കാനായിട്ടില്ല. 10 രൂപ കൊടുക്കാം, 100 രൂപ കൊടുക്കാം, അതിന് വിഷമമില്ല. എന്നാൽ ഈ ചെറിയ തുക കൊടുക്കാൻ വലിയ പ്രയാസമാണ്. ചിലർ ചില്ലറയില്ലാത്തത് കൊണ്ട് 10 രൂപ തരും. അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, അന്ന് സന്ധിയിൽ ആ തുകകൾ കൂട്ടി നോക്കുമ്പോൾ 10 രൂപ പോലെ തന്നിട്ടുള്ളവരുടെ എക്സ്ട്രാ മണി വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണിക്കയായിട്ട് സമർപ്പിക്കും. 2 രൂപയ്ക്ക് 50 വർഷമായിട്ട് പരിശോധന നടത്തുന്ന രോഗികളെ അന്വേഷിച്ച് ചെല്ലുന്ന ഡോക്ടർ രൈരു ഗോപാൽ, കണ്ണൂരിലെ ആൾ. മറ്റൊന്ന് ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ, സെപ്റ്റംബർ മാസത്തെ സൺഡേ സപ്ലിമെൻറ്റിൽ വന്നതാണ്. മഹാരാഷ്ട്രയിൽ അമരാവതി വില്ലേജിൽ ബൈരാഘട്ട് വനപ്രദേശത്തിനുള്ളിൽ, ആദിവാസി കോളനിക്കുള്ളിൽ 40 വർഷമായിട്ട് ചികിത്സ ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർ രവീന്ദ്ര കോൽഹെ, ഭാര്യ ഡോക്ടർ സുനിത. അദ്ദേഹം 2 രൂപ ഡോക്ടറെ തോപ്പിച്ചു. 1 രൂപ ഡോക്ടർ, 1 റുപ്പി ഡോക്ടർ. 40 കിലോമീറ്റർ നാഗ്പൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞ് തനിക്ക് അർഹമായ ഒരു ഡോക്ടറും ചെന്നിട്ടില്ലാത്ത ഗ്രാമത്തിൽ, ഒരു ചികിത്സയും ലഭിച്ചിട്ടില്ലാത്ത ആളുകളെ തേടിപ്പോയി കണ്ടെത്തി ചികിത്സിക്കണം. 40 കിലോമീറ്ററോളം വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത് ബൈരാഘട്ടിൽ ചെന്ന് രോഗികളെ 40 വർഷമായിട്ട് ചികിത്സിക്കുന്ന 1 റുപ്പി ഡോക്ടർ. ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞത്, രോഗികളെ അന്വേഷിച്ച് ചെന്ന് സൗഖ്യം പകരുന്ന യേശുക്രിസ്തുവിന് തത്തുല്യരായ ഡോക്ടർമാർ ഇന്ന് ഈ മണ്ണിൽ ഉണ്ട്. ഇവർ 2 പേരും മർത്തോമാക്കാരാണോ, ക്രിസ്ത്യാനികളാണോ, മാമോദീസ മുങ്ങിയതാണോ എന്ന് എനിക്കറിയത്തില്ല. പേരുകളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ സൗഖ്യം എന്ന് പറയുന്നത് ഡോക്ടറെ അന്വേഷിച്ചു പോയി സൗഖ്യം ലഭിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ പരമവൈദ്യനായ യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ ഈ പന്തലിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും രോഗത്താലോ മനോവിഷമത്താലോ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട് എങ്കിൽ ആ കർത്താവ് യെരുശലേം ദേവാലയത്തിൻ്റെ ചുറ്റുവട്ടത്തിലെ ആട്ടുവാതുക്കൽ കവാടത്തിൽ വന്ന് തമ്പടിച്ചിരിക്കുന്ന രോഗികൾക്കിടയിൽ ഒരു രോഗിയെ നോക്കി, ഡു യു വാണ്ട് ടു ബി മെയ്ഡ് വെൽ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അതിൻ്റെ ഒരു പിന്നാമ്പുറം നമ്മൾ വായിക്കുകയാണ്. ഉത്തരം ശരിക്ക് കിട്ടിയില്ല എങ്കിലും യേശു മൗനമായിട്ട് അവനോട് പറയുകയാണ്, നിനക്ക് മനസ്സില്ലെങ്കിലും എനിക്ക് നിന്നെ മനസ്സുണ്ട്, നിന്നെ സൗഖ്യമാകും. 3 ചെറിയ ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമയത്തിനുള്ളിൽ പറഞ്ഞ് പങ്കെടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. ഒന്നാമത്തെ ചിന്ത, കരുത്തല്ല കരുണയാണ് സൗഖ്യത്തിന് ആവശ്യം. കരുത്തല്ല കരുണയാണ് ആവശ്യം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, മത്സരമല്ല മനസ്സലിവാണ് സൗഖ്യത്തിന് ആവശ്യം. ബെത്സൈദ ഈ വാക്കിന് കരുണയുടെ ഭവനം, ഒന്നൊരു ഗലീലയിലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട കരുണയുടെ ഭവനം, വേർതിരിക്കപ്പെട്ട സ്ഥലം എന്നെല്ലാമാണ്. ഒരു പക്ഷെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി വിരിവെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ബെഥെസ്ദ എന്ന സ്ഥലം. അവിടെ കരുത്തുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ അവനോട് ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു.
മിടുക്കന്മാർ എന്നേക്കാൾ മുമ്പിൽ ഇറങ്ങുന്നു, മിടുക്കന്മാർ സഹായികളായിട്ടുള്ളവർ എന്നേക്കാൾ മുമ്പിൽ അവരെ ഇറക്കുന്നത് കൊണ്ട് എനിക്ക് 38 വർഷമായിട്ട് ഇതുവരെയും ഒരു ചാൻസ് ലഭിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. പ്രിയ സ്നേഹിതരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോക സാഹചര്യം കരുത്തന്മാരുടെ, മിടുക്കന്മാരുടെ, സമർത്ഥരുടെ ഒരു ലോകമാണ്. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന മേഖലകളിൽ സാമർഥ്യം അല്ലെങ്കിൽ അതിൻ്റെ മികവ് പഴയ കാലത്തേക്കാൾ വളരെ വളരെ മുന്നിൽ പോയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ച സമയങ്ങളിലൊക്കെ അച്ഛന്മാരോട് മാതാപിതാക്കളൊക്കെ വന്ന് പരീക്ഷ വിജയത്തെപ്പറ്റി പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ SSLC പരീക്ഷ ആണ്. അവർ വന്ന് പറയും SSLC പരീക്ഷയാണ്, റിസൾട്ട് വരും, എൻ്റെ കുഞ്ഞ് 10ാം ക്ലാസ്സിൽ ജയിക്കാനായിട്ട് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കും. ഇന്നെനിക്ക് തോന്നുന്നു സുബോധമുള്ള ഒരു മാതാപിതാക്കളും അച്ഛന്മാരുടെ അടുക്കലോ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അടുക്കലോ വന്ന് 10ലോ 12ലോ എൻ്റെ കുഞ്ഞ് ജയിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ആരുമില്ല. അവർ പറയുന്നത് ഫുൾ A+ തന്നെ കിട്ടണം, എൻട്രൻസിൽ 100നും 1നും ഇടയിലുള്ള ലിസ്റ്റിൽ വരണം, അതിസമർത്ഥരെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, ടോപ്പേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഏറ്റവും മികച്ച കോളേജിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുക. എന്തിനാണ് അവിടെയൊക്കെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പഠിച്ചത് കോന്നിയിൽ നിന്ന് കാതലിക്കറ്റ് കോളേജ്, അതിൻ്റെ അപ്പുറത്തൊരു കോളേജ് ഉണ്ടെന്നുള്ളത് അന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് കോന്നിക്കാർക്കൊന്നും കാതലിക്കറ്റ് കോളേജ് ലാസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും. അവരൊക്കെ മറ്റേ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമായിരിക്കും അത് ഓപ്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത് ചിന്തിക്കുന്നത് അവിടെ ജയിച്ചാൽ അവിടെ നിന്ന് ക്യാമ്പസ് സെലക്ഷനിലൂടെ കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോകുവാൻ മൾട്ടിനാഷണൽ കമ്പനി ഉള്ള എല്ലാവർക്കും റിക്രൂട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിലേക്ക് പോകത്തക്ക രീതിയിൽ. ഇതിനൊന്നും ഒരു ദോഷമുള്ളതായിട്ടല്ല പറയുന്നത്. അപ്പം മിടുക്കരുടെയും സമർത്ഥരുടെയും ഒന്നാമത് നിൽക്കുന്നവരുടെയും എല്ലാം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ രോഗിയായ കിടപ്പ് രോഗി പറയുകയാണ്, എനിക്ക് കരുത്തില്ല, കരുത്തുള്ളവരുടെ സഹായം എനിക്ക് ലഭിക്കാത്തത് കൊണ്ട് ഇവിടെ കയ്യൊക്കുള്ളവനും കരുത്തുള്ളവനും സ്വാധീനമുള്ളവരും മാത്രമേ കുളത്തിലിറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ചെല്ലുമ്പോഴേക്കും, സ്വയമേ ചെല്ലുമ്പോഴേക്കും വേറൊരാൾ എനിക്ക് മുമ്പായി ഇറങ്ങുന്നത് കൊണ്ട് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. അവിടെയാണ് കുളക്കരയിൽ ഈ ആട്ടുവാതുക്കൽ ഗേറ്റിൻ്റെ സമീപത്ത് യെരുശലേം ദേവാലയത്തിലെ പെസഹ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ദേവാലയത്തിലേക്ക് ഉൾപ്രവേശിക്കേണ്ട യേശു കർത്താവ് ചുറ്റുവട്ടത്തിലെ ഈ രോഗികളുടെ ക്യാമ്പിൽ വന്ന് സന്ദർശിച്ചതിന് ശേഷം അവനോട് കരുണയോട് ഇടപെടുന്നതായി കാണും. കരുത്തിൻ്റെ സ്ഥാനത്ത് കാരുണ്യം മത്സരിച്ച് വിജയിക്കുകയും സൗഖ്യം പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ മനസ്സലിവിൻ്റെ മഹാദൈവമായി യേശു കർത്താവ് ഈ രോഗിയുടെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നമ്മൾ റോമാലേഖനം 9 ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വാക്യം പറയട്ടെ. റോമാലേഖനം 9 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ വായിക്കുമ്പോൾ കരുണയെക്കുറിച്ചും കനിവിനെക്കുറിച്ചും പുറപ്പാട് പുസ്തകം 33 അധ്യായം 19 വാക്യം അവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. യഹോവയായ ദൈവം കരുണ തോന്നണം എന്ന് തോന്നുന്നവനോട് കരുണ തോന്നുകയും കനിവ് കാട്ടണമെന്ന് തോന്നുന്നവനോട് കരുണ കാട്ടുകയും ചെയ്യും എന്ന് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഉദ്ധരിച്ച് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ഈ ഭാരതത്തിൽ നീതിസാരത്തിനും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. നീതിസാരത്തിൽ ഉത്തമ മനുഷ്യൻ അല്ലെങ്കിൽ ഉത്തമ പുരുഷനെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. അന്ന് പുരുഷന്മാരെ ഉദ്ദേശിച്ചാണ് നീതിസാരം എഴുതിയിട്ടുള്ളതും വേദപുസ്തകം തന്നെ എഴുതിയപ്പോൾ കുറച്ച് പുരുഷ പക്ഷ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ അവിടെ പറയുന്നിടത്തെല്ലാം സ്ത്രീയോടുണ്ടെന്ന് ദയവായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അതിൽ ഉത്തമ പുരുഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, പ്രസാദം വദനത്തിങ്കിലും കാരുണ്യം ദർശനത്തിങ്കിലും മാധുര്യം വാക്കിലും ചേർന്നവനത്രേ പുരുഷോത്തമൻ. സ്ത്രീ ഉത്തമയെന്നോട് വായിച്ച് ചേർക്കും. പറഞ്ഞിരിക്കുന്ന പല ലക്ഷണങ്ങളിലൊന്നാണ്
കാരുണ്യം ദർശനത്തിങ്കൽ, നമ്മുടെ കാഴ്ചയിലും കാഴ്ചപ്പാടിലും കാരുണ്യത്തിൻ്റെയും കനിവിൻ്റെയും നനവുണ്ടാകുമ്പോഴാണ് നമ്മൾ ഉത്തമ മനുഷ്യരായി, മനുഷ്യത്വമുള്ളവരായി, മറ്റുള്ളവർക്ക് സൗഖ്യം പകരുന്നവരായി, ക്ഷേമം പങ്കിടുന്നവരായി നമ്മൾ തീരുന്നത്. യേശു വന്ന് ചോദിക്കുകയാണ്, കുളത്തിലിറങ്ങുന്ന വിഷയത്തെക്കാൾ നിനക്ക് സൗഖ്യമാകുവാനായിട്ട് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നു. ആരുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യത്തിൽ കൂട്ടായ്മയുടെ ഒരു കരം കൊടുക്കുവാനായി യേശു മനസ്സലിവിൻ്റെ വേദിയായിട്ട് ആ സ്ഥലത്തെ അവൻ കാണുകയാണ്. ഞാൻ എൻ്റെ ഒന്നാമത്തെ ചിന്ത എളുപ്പത്തിൽ നിർത്തുകയാണ്. പ്രിയമുള്ള സ്നേഹിതരെ, കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കന്മാരെ, ഒരുപാട് കരുത്തർ, മോഡൽസ് നമ്മുടെ മുമ്പിൽ ശക്തരായിട്ട് നിൽക്കുമ്പോൾ, ആ കരുത്തരുടെ അതുപോലെ വളരെ വൈഭവമുള്ളവരുടെ മധ്യത്തിൽ കാരുണ്യവാനായ കർത്താവ് നമ്മുടെ വേദനയിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ന്യൂനതകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാരുണ്യത്തോടെ നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുന്നത് കാണാതെ പോകരുത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ശക്തരിലേക്ക് നോക്കുന്നതിനേക്കാൾ, ബലമുള്ളവരിലേക്ക് നോക്കുന്നതിനേക്കാൾ, കരുത്തരിലേക്കും മിടുക്കരിലേക്കും നോക്കുന്നതിനേക്കാൾ കാരുണ്യവാനായ കർത്താവിൻ്റെ സന്നിധിയിൽ, മനസ്സലിവുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, തിരക്കുകൾക്കിടയിൽ കിടക്കുന്ന കിടക്കപ്പായയിൽ, നമ്മുടെ രോഗാവസ്ഥയിലുള്ള നമ്മുടെ രോഗശയ്യയിൽ കൊണ്ടു നടക്കുന്ന, സഞ്ചരിക്കുന്ന ആശുപത്രികളായി തീർന്നിരിക്കുന്ന നമ്മൾ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കാരുണ്യത്തോടെ നമ്മുടെ കണ്ണിൽ നോക്കുന്ന കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ സാധിക്കും. രോഗിയെ തേടി വരുന്ന കർത്താവ്. തളർവാദ രോഗിയെപ്പറ്റി ഇവിടെ നമ്മൾ വായിച്ച 6-ാമത്തെ വാക്യത്തിലെ ആ വാക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കാണുക. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സും. നമ്മൾ യേശുവിനെ കണ്ട് ചോദിച്ച് സൗഖ്യം വാങ്ങുന്നതിലുപരി പറയാതെ, നമ്മൾ കാണാതെ കണ്ടറിഞ്ഞ് സൗഖ്യം നൽകുന്ന, നമ്മുടെ വേദന എന്താണെന്നോ ആവശ്യം എന്താണെന്നും നമ്മൾ പറയാതെ തന്നെ അറിഞ്ഞ്, കണ്ടറിഞ്ഞ്, പറയാതെ, ചോദിക്കാതെ നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ സമീപസ്ഥനായിട്ട് നിൽക്കുന്ന കർത്താവ്. ഒന്നാമത്തെ ചിന്ത മനസ്സിൽ നിൽക്കട്ടെ. കരുത്തല്ല, കരുണയാണ് ആവശ്യം. മത്സരമല്ല, മനസ്സലിവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സൗഖ്യദായക സമൂഹത്തിന് അനിവാര്യമായിട്ട് ഉള്ളത്. രണ്ടാമത്തെ ചിന്ത, അവഗണിക്കപ്പെട്ടവനെ പരിഗണിക്കുന്ന കർത്താവ്. അവഗണിക്കപ്പെട്ടവനെ പരിഗണിക്കുന്ന കർത്താവ്. 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ രോഗി അവനോട്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നവനോട് പറഞ്ഞു. അതിൻ്റെ ഒറ്റ വാക്ക് മാത്രം എടുത്താൽ, യജമാനനെ എനിക്ക് ആരും ഇല്ല. തീർത്തും നിസ്സഹായത, എല്ലാവരും അവഗണിക്കപ്പെട്ട് ഇവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സും പാലിയേറ്റീവ് യൂണിറ്റുകാരും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം 38 വർഷമായിട്ട് എനിക്കൊരു പരിഗണന നൽകിയിട്ടില്ല. എല്ലാവരും കണ്ടും കാണാതെയും പോവുകയാണ്, കൊച്ചു കുഞ്ഞു ഉപദേശി പാടുന്നത് പോലെ. എന്നാൽ എനിക്ക് എൻ്റെ കൺമുമ്പിൽ അടുത്ത് നിൽക്കുന്ന കർത്താവിനെ കാണാം. ആരും പരിഗണിക്കാത്തവരെ, ആരും കൺസിഡർ ചെയ്യാത്തവരെ യേശു കർത്താവ് പ്രത്യേക പരിഗണന നൽകി അവനെ സൗഖ്യമാക്കുന്നതായി നമ്മൾ കാണുകയാണ്. ആരാധിക്കുന്ന സമൂഹമുണ്ട്. ഇപ്പം കേട്ടല്ലോ, ലക്ഷോപലക്ഷം ആളുകൾ യെരുശലേം ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും പെരുന്നാളിൽ പങ്കെടുക്കുവാനും വന്നിരിക്കുന്ന അനേക കണ്ണുകൾ, അനേക കരങ്ങൾ അവിടെ ഈ ദേവാലയത്തിന് ചുറ്റും ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ആരാധക സമൂഹം നിർനിമേഷരായിട്ട് നിൽക്കുന്ന സമയമാണ്. അവർ ഇവനെ പരിഗണിച്ചിട്ടില്ല. വിശ്വാസത്തിൻ്റെ വലിയ വക്താക്കളായിട്ട് നിൽക്കുന്ന പുരോഹിതന്മാരും ശാസ്ത്രിമാരും, സൗഖ്യത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും സൗഖ്യദായക ശുശ്രൂഷയുടെ സ്പെഷ്യലിസ്റ്റുമാരും അവിടെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരാളും
ഈ രോഗിയെ കൺസിഡർ ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. തീർത്ഥാടകരായിട്ട്, കാഴ്ചക്കാരായിട്ട്, ഉത്സവമേളത്തിൽ പങ്കെടുക്കുവാനായിട്ട് പിൽഗ്രിംസായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ തീർത്ഥാടകരുടെ കണ്ണിലും പെടാതെ കിടക്കുന്ന ആളാണ്. ഒരാളുടെയും കണ്ണിൽ പെടാതെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ആളായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ കേസ് ഹിസ്റ്ററി പരിശോധിച്ചാൽ ആകെ കാണുന്ന കിടപ്പ് രോഗി, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തതുകൊണ്ട് തളർവാദമാണെന്ന് നമുക്ക് വിചാരിക്കാം. സ്ട്രോക്ക് വന്നതാകാം, എന്തുമാകട്ടെ, അദ്ദേഹത്തിന് എഴുന്നേൽക്കാനായിട്ട് കഴിയുന്നില്ല. ശരീരം തളർന്ന മനുഷ്യനായിട്ട് നമുക്ക് മനസ്സിൽ കാണും. എന്നാൽ എത്ര വർഷമായി എന്നുള്ളത് ഒരു കാര്യം അതിൻ്റെ ഗൗരവത്തെപ്പറ്റി കാണുന്നു. വേദപുസ്തകത്തിൽ പല ആളുകളെയും 12 സംവത്സരമായി, ഇത്ര വർഷമായി, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ചില കാലങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ സുവിശേഷത്തിൽ പറയുന്ന രോഗികളുടെ രോഗാവസ്ഥയുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും സീനിയർ ആളാണ് ഇവിടെ പരാമർശിക്കുന്ന ഈ രോഗി. 38 വർഷമായി, 38 years. ഒരു ധ്യാന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അത് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് രോഗിയായിട്ട് ടോക്കൺ എടുത്ത് കിടക്കുന്ന ആളാണ് ഈ 38 വർഷമായിട്ട് കിടക്കുന്നയാൾ. യേശു ക്രിസ്തുവിന് ആ സമയത്ത് 33 വയസ്സിൽ കൂടാനായിട്ട് സാധ്യതയില്ല. താൻ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ കിടക്കുന്ന ഈ രോഗിയെ എത്രയോ ആളുകൾക്ക് കാണാമായിരുന്നു, എത്രയോ ആളുകൾക്ക് സഹായിക്കാമായിരുന്നു. ഒരുപാട് അവസരങ്ങൾ, ചാൻസുകൾ ഉണ്ടായിട്ടും ഒരാളാലും ശ്രദ്ധ കിട്ടാത്ത, ഒരാളാലും ഒരിക്കൽ പോലും കുളത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ, സൗഖ്യം ലഭിക്കാതെ ലഭിക്കുന്ന തീർത്തും നിസ്സഹായനായ, നമ്മളൊക്കെ ഈ തടവുകാരെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ ജീവപര്യന്തം തടവ് എന്ന് പറയുന്നുണ്ട്. ജീവപര്യന്തം തടവ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കിത്രയേ ഉള്ളൂ എന്നുള്ളത് കൂട്ടിക്കിഴിച്ച് നോക്കിയിട്ട് ആളുകൾ പറയും അത് സാരമില്ല എന്ന് പറയും. ജീവിതകാലം മുഴുവൻ രോഗത്തിൻ്റെ തടവറയിൽ, രോഗാവസ്ഥയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നയാളായിട്ടാണ്. അവൻ്റെ മനസ്സുമെടുത്തു, അവൻ്റെ ആഗ്രഹങ്ങൾ പോയി, അവൻ്റെ സകല പ്രതീക്ഷകളും പോയി, ജീവിതം മടുത്തു എന്ന് പറയത്തക്ക രീതിയിൽ അവനങ്ങനെ തറപറ്റിക്കിടക്കുന്ന സന്ദർഭത്തിൽ അത്രമാത്രം അവഗണനയുടെ അങ്ങേ അറ്റത്ത് എത്തിയിരിക്കുന്ന ഒരാളിനെയാണ് യേശു കർത്താവേ വലിയ രോഗികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മുഖ്യ പരിഗണന കൊടുത്ത് യേശു സൗഖ്യമാക്കുവാനായിട്ട് പോകുന്നത്. ഒരിടത്തെ ഞാൻ വായിച്ചിട്ടുണ്ട്, നമുക്കിന്ന് ഈ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ ശ്രദ്ധേയമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ദിവസം ഉദ്ഘാടനം ചെയ്ത തിരുമേനിയും അവയവദാനം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവയവദാനം എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മൈൻഡ്. അവനോട് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? ആർ യു പ്രിപ്പയർഡ്? മെൻ്റലി അവൻ അതിന് പ്രിപ്പയർഡായിട്ട് തീരുന്നുവോ? നമുക്കറിയാം, ഇന്ന് വിവാഹം, ജോലി കാര്യങ്ങൾ, ഈ കാര്യങ്ങൾക്കെല്ലാം കൗൺസിലിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തീർന്നിരിക്കുകയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കൗൺസിലിംഗ്, പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, കയറിക്കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, പിന്നെ ഡിവോഴ്സ് കൗൺസിലിംഗ്, അങ്ങനെ ഒരുപാട് കൗൺസിലിങ്ങിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏത് കോഴ്സ്, ഏത് ബ്രാഞ്ച് എടുക്കണമെന്നുള്ളത് പ്രത്യേക കൗൺസിലിങ്ങിന് വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ സൗഖ്യത്തിനൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണ്. നിന്റെ ശരീരത്തെ മാറ്റിയെടുക്കുന്നതിന് മുമ്പ് നിന്റെ ഉള്ളിൽ ദ്രവിച്ചു പോകാത്ത, അല്ലെങ്കിൽ ഒരിക്കലും മന്ദീഭവിച്ചു പോകാത്ത ആ മനസ്സിനെ യേശു കർത്താവ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്. മനസ്സമ്മതം ചോദിക്കുമെന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറ്റുകയാണ്. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സില്ലെങ്കിൽ എൻ്റെ മനസ്സ് നിനക്ക് തരികയാണ്. ബി പ്രിപ്പയർഡ്. നീ നിൻ്റെ സന്നിധിയിൽ ഈ കുളത്തിൻ്റെ കരയിൽ സൗഖ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, സൗഖ്യം എന്ന് പറയുന്നത് ശരീരത്ത് മാത്രം ലഭിക്കേണ്ട ഒന്നല്ല. ശരീരത്തെക്കാളൊക്കെ അപ്പുറമായി നമ്മുടെ മനസ്സുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി ഒരുങ്ങണം. അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനി ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു. വലിയൊരു ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് തിരുമേനി തിരുവല്ല പൂലാത്തീനിൽ വന്നിറങ്ങുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ട്. ധാരാളം ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, തിരുമേനിയെ എങ്ങനെ കാണും, തിരുമേനി ഏത് രൂപത്തിലായിരിക്കും വരുന്നത്, താടിയെല്ലാം പൊഴിഞ്ഞു പോയി കാണുമോ, മുടി പോയി കാണുമോ, എങ്ങനെ കാണും? വളരെ
ഈ ശ്രദ്ധയോടുകൂടെ ആളുകൾ കാത്തു നിൽക്കുമ്പോൾ തിരുമേനി വന്ന് സാധാരണ പോലെ ഇറങ്ങി. തിരുമേനി സാധാരണ പോലെ തിരിച്ചു. സന്തോഷത്തോടുകൂടെ മുൻപോട്ട് പോയി. സൗഖ്യം ലഭിച്ചു. 104-ാമത്തെ വയസ്സ് വരെ ഇരുന്നു. തിരുമേനിയെ ചികിത്സിച്ച ഡോക്ടർമാർ പറയും, തിരുമേനിയുടെ മനസ്സിന് ക്യാൻസർ ബാധിച്ചു. തിരുമേനിയുടെ മനസ്സുകൊണ്ടാണ് തിരുമേനി സൗഖ്യം ലഭിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നമ്മളെ കാർന്നു തിന്നുന്ന ക്യാൻസർ പോലെയുള്ള, അർബുദം പോലെയുള്ള മാരകമായ രോഗങ്ങൾ വരുമ്പോഴും നമ്മുടെ മനസ്സ് ദ്രവിച്ചു പോകാതെ മനസ്സിനുള്ള ഉൾക്കരുത്തിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിൻ്റെ വേദനകളെയും ശരീരത്തിൻ്റെ ദ്രവീകരണത്തിനുമൊക്കെ അപ്പുറമായി മനസ്സുകൊണ്ട് സൗഖ്യമുള്ളവരായിട്ട് തീരാൻ സാധിക്കുന്നു. അവനോട് പറയുകയാണ്, മനസ്സുണ്ടോ? നിന്നെ ഞാൻ പരിഗണിക്കാനായിട്ട് പോവുകയാണ്. കുളത്തിൽ നിന്ന് ദൈവം കർത്താവ് ശ്രദ്ധ മാറ്റുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം കുളത്തിലിറങ്ങുക. കുളം കലങ്ങുമ്പോൾ, കുളം കലക്കുമ്പോൾ ആദ്യമിറങ്ങുന്ന ഏതൊരു വ്യാധിയിൽപ്പെട്ട ആളാണെങ്കിലും സൗഖ്യം ലഭിക്കാനായിട്ട് പോവുകയാണ്. യേശു കർത്താവ് അവനെ പരിഗണിക്കുമ്പോൾ യേശു കർത്താവ് അവന് വേണ്ടി കുളം പരിഗണിക്കുകയല്ല ചെയ്യുന്നത്. പകരം ഇതുവരെയും ആരുമില്ല എന്ന് പറയുന്നവന് യേശു അവൻ്റെ ചേർന്ന് നിന്ന് പറയുകയാണ്, ആരുമില്ല എങ്കിൽ ഞാനുണ്ട് കൂടെ എന്ന് പറയുകയാണ്. ആരുമില്ലാത്തവന് പകരക്കാരനായിട്ട് നിൽക്കുന്ന ആളായി യേശു നിൽക്കുകയാണ്. കുളത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് കൂട്ടായ്മയുടെ പെരുങ്കരം നീട്ടി അവനെ രക്ഷിക്കാനായിട്ട് നിൽക്കുകയാണ്. എനിക്കാരുമില്ല, നിസ്സഹായനാണ്, ഒറ്റപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് അവൻ കൈമലർത്തി നിൽക്കുമ്പോൾ 2 കരവും നീട്ടി പറയുകയാണ്, നീ കുളത്തിലേക്കുള്ള ശ്രദ്ധ മാറ്റുക, ഞാൻ കൂട്ടായ്മയുടെ കരം നിനക്ക് തരികയാണ്, പരിഗണനയുടെ വൻകരം നിനക്ക് തരികയാണ്, നിന്നെ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നു. ഇന്ന് സ്നേഹിതരെ, ഏറ്റവും വലിയ രോഗം തളർന്ന രോഗത്തേക്കാൾ തളർന്നവരെയും തളരാത്തവരെയും ഒരുപോലെ ഒറ്റപ്പെടുത്തുന്ന, ഏകാന്തതയിലേക്ക് തള്ളിവിടുന്ന, ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രോഗാവസ്ഥയാണ് ഏറ്റവും സങ്കടകരമായിട്ട് ഉള്ളത്. യേശു പറയുന്നു, ഞാനുണ്ട് കൂടെ. എനിക്ക് തോന്നി മലബാർ പ്രദേശത്തൊക്കെ കുറച്ച് നാളൂടെ പല ആളുകളും നമ്മുടെ കൂടെ കാണും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് ആളുകൾ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. സഭ അപ്രകാരമുള്ള ആളുകൾക്ക് വേണ്ടി ജീവിത സായാഹ്നം കുറെ കൂടെ സന്തോഷകരമായി കൂട്ടായ്മയുടെ ഭവനങ്ങൾ ഉണ്ടാക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നമുക്കിന്ന് വീടുകൾക്കുള്ളിൽ കുളക്കരയിൽ കിടക്കുന്ന ആളുകളുണ്ട്. യെരുശലേം ദേവാലയത്തിലെ ആട്ടുവാതുക്കൽ ബെഥേസ്ദ കുളക്കരയിൽ നമ്മൾ ഇതിൻ്റെ കാഴ്ച കാണാനായിട്ട് നമ്മൾ വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോകേണ്ട കാര്യമില്ല. വളരെ വിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ വില്ലകൾക്കുള്ളിൽ, നമ്മുടെ രമ്യകർമ്മങ്ങൾക്കുള്ളിൽ എഴുന്നേൽക്കാൻ വയ്യാതെ സഹായം ലഭിക്കാതെ കിടക്കുന്ന കിടപ്പ് രോഗികളുടെ എണ്ണം, പാലിയേറ്റീവ് സ്ഥിതിയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം ദിനംതോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരും സഹായമില്ലാതെ മരിച്ചു കഴിഞ്ഞാലും ദുർഗന്ധം വമിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചറിയുവാൻ കഴിയുന്ന രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വീടുകൾക്കുള്ളിൽ കുളക്കരയിൽ കിടക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ച് വരികയാണ്. നമുക്ക് ഈ തൃശ്ശൂർ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചിട്ടുള്ള ഒരു കാര്യം, അവിടെ ചില നടകളിൽ പ്രായമുള്ള പല ആളുകളും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. വീട്ടിലെ മക്കളൊക്കെ അവധിക്ക് വരുന്ന സമയത്ത് പറയും, ഗുരുവായൂർ പോയിട്ട് എത്ര കാലമായി, കൊച്ചിലെ ചോറൂണിന് കൊണ്ടുപോയതാണ്, പ്രായമായിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒരാഗ്രഹമില്ലേ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുത് ആരാധിച്ചു വരാൻ. മക്കളുടെ വല്ലാത്ത ആഗ്രഹം കേൾക്കുമ്പോൾ മാതാപിതാക്കൾ ഒരു വയ്യായെങ്കിലും വരാം, കുഞ്ഞ് പറഞ്ഞതില്ലയോ. വളരെ ഭംഗിയായിട്ട് ഇന്നോവ കാറെ കയറ്റി ഗുരുവായൂരിൽ കൊണ്ടുപോയി തൊഴുതും മടങ്ങി വരുമ്പോൾ കൊണ്ടുപോയ മക്കൾ കൂടെയില്ല. അവരാൽത്തറയിൽ ഉപേക്ഷിക്കപ്പെട്ടവരായി തീരുകയാണ്. അതിൻ്റെ നല്ല വാക്ക് നട തള്ളുക എന്നാണ് പറയുന്നത്. നടക്കൽ കൊണ്ടുപോയി നടക്കിയിരുത്തുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ആനയും അതുപോലെ. എന്നാൽ മുതിർന്നവരെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ ദൈവസന്നിധിയിൽ
ദേവാലയ പരിസരത്ത്, ക്ഷേത്ര പരിസരത്ത് നടതള്ളുന്ന നാടിൻ്റെ സൈഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ ദേവസ്വം ബോർഡ് 3 നേരം ഭക്ഷണം കൊടുത്ത് സംരക്ഷിച്ച് വളരുന്നുണ്ട്. ഇന്ന് ഭവനങ്ങളിൽ കുളങ്ങളും കുളക്കരയിലും ഒറ്റപ്പെട്ട് കിടക്കുന്നവരുടെ അടുക്കൽ യേശു ക്രിസ്തു അടുത്തു എന്ന് പറയുകയാണ്, നിന്നെ പരിഗണിക്കുവാൻ ഞാനുണ്ട്, എനിക്ക് വേണ്ടി പരിഗണന കൊടുക്കുവാൻ സഭയുണ്ട് എന്ന് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മാരാമൺ കൺവെൻഷനിൽ ധർമ്മക്കാരെ അല്ലെങ്കിൽ യാചകരെ കൊണ്ടുവന്ന് യാചന അല്ലെങ്കിൽ ഭിക്ഷ എടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഒരിക്കൽ ദൂരദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു യാചകനെ യാചന അല്ലെങ്കിൽ ഈ ഭിക്ഷാടനം എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയി മുട്ടുമണ്ട് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് റോഡിൽ കാനയിൽ തള്ളിയിട്ടു. അതിൻ്റെ ഏജൻസി ഉപേക്ഷിച്ചിട്ട് പോയി. ആ തള്ളിയിട്ട മാംസപിണ്ഡത്തെ ക്ഷീണിതനായ രോഗിയെ എടുത്ത് ശുശ്രൂഷിച്ച സഭയുടെ സ്ഥാപനമാണ് കുമ്പനാട് ധർമ്മഗിരി മന്ദിരം. ആരും വേണ്ടാത്തവർക്ക് ഞാനുണ്ട് എന്ന് പരിഗണന നൽകുന്ന യേശുവിനോടൊപ്പം ആരും വേണ്ട എന്ന് തള്ളിക്കളയുന്നവരെ ഞങ്ങളുണ്ട്, ഈ സഭയുണ്ട്, ഭദ്രാസനമുണ്ട് എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവഗണിക്കപ്പെട്ടവരെ വീണ്ടും പുറന്തള്ളിക്കളയാതെ അവർക്ക് പരിഗണന കൊടുക്കുവാൻ കൂടെ നിൽക്കുന്ന ക്രിസ്തു സാന്നിധ്യമായി നമുക്ക് തീരാൻ കഴിയുമോ? രണ്ടാമത്തെ ചിന്ത അവസാനിപ്പിക്കുകയാണ്. അവഗണിക്കപ്പെട്ട ഈ രോഗിയെ 38 വർഷമായി, ദീർഘവർഷങ്ങളായി അവഗണനയും ഒറ്റപ്പെടലും മാത്രം അനുഭവിച്ച ഈ കിടപ്പ് രോഗിയെ യേശു പരിഗണിക്കുന്നു. കുളത്തിൻ്റെ പരിഗണനയിൽ നിന്ന് അവൻ നല്ല കൂട്ടായ്മയുടെ വൻകരം കൊടുത്ത് ഞാനുണ്ട് എന്നുള്ള ഉറപ്പ് നൽകി അവനെ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചിന്ത, കിടപ്പ് രോഗിയുടെ നല്ല നടത്തം. കേൾക്കുമ്പോൾ വിഷമമൊന്നും തോന്നരുത്. കിടപ്പ് രോഗിയുടെ നല്ല നടത്തം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭിക്ഷാടകനെ ഒരു തീർത്ഥാടകനാക്കി മാറ്റുന്ന യേശു. എ പേഷ്യൻ്റ് ബിക്കെയിം എ പിൽഗ്രിം. നമ്മൾ സാധാരണ ഈ ഭാഗത്തു നിന്നൊക്കെ പ്രസംഗിച്ച് കേൾക്കുമ്പോൾ ഇവൻ എന്താ മനസ്സില്ലാതെ വന്നതെന്നുള്ളത് ആളുകൾ പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ചിട്ട് പറയും. 38 വർഷമായി നല്ല കളക്ഷനാണ്, അതുകൊണ്ട് കുളത്തിലിറങ്ങുന്ന കാര്യം മറിഞ്ഞ് അവൻ കളക്ഷൻ നാണയത്തൊട്ടുകളുടെ മുമ്പിൽ പോവുകയാണ്. എവിടുന്ന് അങ്ങനെ കിട്ടുന്ന പറയുന്നത് എനിക്കറിയാൻ പ്രയാസമാണ്. എന്നാൽ അവിടെ അവൻ യാചകനായിട്ട് നിൽക്കുന്നു എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അവിടെ കുളം കലങ്ങുന്ന സന്ദർഭങ്ങളിൽ പൈസ ചോദിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറമായി അവൻ അവിടെ നിൽക്കുന്ന സകല മനുഷ്യരോടും അവൻ യാചിച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് ഇറക്കാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ. പലരോട് സഹായം ചോദിച്ച് യാചിച്ച് യാചനകളെല്ലാം അവസാനിപ്പിച്ച് ശബ്ദമടക്കി നിശബ്ദനായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് അവൻ. ഇനി വേറെ ഒന്നുമില്ല, എനിക്കാരുമില്ല എന്ന് മാത്രം പറയാനേ അറിയത്തുള്ളൂ. അങ്ങനെ കിടന്നുപോയവനെ എഴുന്നേറ്റ് നടത്തിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. ഒരുപാട് ക്രിയാപദങ്ങൾ അതിനകത്ത് ഉണ്ട്. പറഞ്ഞിരിക്കുന്ന പ്രധാന വാക്ക് സ്റ്റാൻഡപ്പ്, ടേക്ക് യുവർ മാറ്റ് ആൻഡ് വാക്ക്. സൗഖ്യദായകനെ എങ്ങനെയെങ്കിലും ഒന്ന് സൗഖ്യമാക്കി അത്യാവശ്യമുള്ള മെയിൻ്റനൻസ് എങ്കിലും നടത്തി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിലാണ് അവനെ എഴുന്നേൽപ്പിക്കുന്നു, അവനെ കൊണ്ട് ഭാരമെടുപ്പിക്കുന്നു. ഭാരമെടുപ്പിച്ചുകൊണ്ട് അവനെ മാന്യമായിട്ട് നടത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നാടൻ സംഭവം നാട്ടുരീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഇപ്രകാരം ഇരിക്കും. നമുക്കൊക്കെ ഇന്ന് നടപ്പ് ശീലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയോ നടപ്പ് നമുക്ക് കുറഞ്ഞു പോയതിൻ്റെ പണിഷ്മെൻറ്റ് വയസ്സാം കാലത്ത് സായാഹ്ന സയാരിയിൽ നമ്മൾ വല്ലാതെ നടക്കുകയും വല്ലാതെ ഓടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഒരുമാതിരിപ്പെട്ട ഡോക്ടേഴ്സിൻ്റെ അടുക്കലെല്ലാം ചെല്ലുമ്പോൾ ഗുളികയ്ക്കും മരുന്നിനുമൊക്കെ അപ്പുറമായിട്ട് നല്ല നടത്തമാണ് ഏറ്റവും നല്ല ചികിത്സ എന്ന് പലരും നമ്മളെ ഉപദേശിക്കാറുണ്ട്. നടക്കേണ്ടതുപോലെ നടക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ നാട്ടിൻ പ്രദേശങ്ങളിൽ അപ്പച്ചന്മാരൊക്കെ
വീട്ടിൽ നിന്നിറങ്ങി ജംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ മുക്ക് എന്നൊക്കെ പറയുന്ന നാൽക്കവലയിലേക്കൊക്കെ വരും. അപ്പോൾ ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പച്ചനെ ദിവസവും കാണുന്ന ആളുകൾ, കടയിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ചോദിക്കും, മകനോട് ചോദിക്കും, അപ്പച്ചനെ കണ്ടിട്ട് കുറച്ച് ദിവസമായാൽ. അപ്പോൾ നടന്ന് കാണുന്നില്ല. അപ്പോൾ മകൻ പറയും, അപ്പച്ചൻ ഇപ്പോൾ ഇരിപ്പായി എന്ന് പറയും. ഓ ശരി. അപ്പോൾ കുറച്ച് നാൾ കഴിയുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. നമ്മളങ്ങനെയാണല്ലോ സാധാരണ ക്ഷേമം അന്വേഷിക്കുന്നത്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ മകൻ പറയും, ഇപ്പോൾ പിടിച്ച് ഇരുത്താം, തന്നെ ഇരിക്കാനായിട്ട് പ്രയാസമാണ്, പിടിച്ച് ഇരുത്താം. കുറച്ചുകൂടെ കഴിയുമ്പോൾ അപ്പച്ചൻ്റെ ക്ഷേമം അന്വേഷിക്കുമ്പോൾ പറയും, അപ്പച്ചൻ കിടപ്പായി, പിന്നീട് പോക്കായി. ഇങ്ങനെയാണ് അറിയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാകുന്നത്, കിടക്കുന്നത് പിന്നെ രക്ഷപ്പെടുന്നില്ല, ഇരുന്നാൽ പിന്നീട് കിടക്കാനായിട്ടാണ് സാധ്യത. എന്നാൽ ഇവിടെ നോക്കുക, നേരെ ഓപ്പോസിറ്റാണ്. കിടന്നുപോയവൻ നിലംപരിചായവനെ ഒറ്റയടിക്കാണ് യേശു കർത്താവ് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നത്. വളരെ ശക്തമായ വാക്കുകളിലൂടെയാണ് യേശു അവനെ സൗഖ്യമാക്കുന്നതായി നമ്മൾ കാണുന്നത്. ശബത്തിൽ ഭാരമൊന്നും എടുക്കാൻ പാടില്ല, അതെല്ലാം അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ, ഈ കിടപ്പ് രോഗികളുടെ രോഗമല്ല ഞാൻ ഇനി പറയുന്നത്, ധാരാളം അഡിക്ഷൻ നമുക്കിന്ന് ഉണ്ട്. ഞങ്ങളുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലാണെങ്കിൽ ഈ അഡിക്ഷൻ ഇപ്പോൾ സെൻറ്റർ തുടങ്ങിയിരിക്കുകയാണ്. ഈ അഡിക്ഷൻ, അതിനുള്ള കൗൺസിലിംഗ് സെൻറ്റർ. ബാക്കിയുള്ള എല്ലാ അഡിക്ഷൻ്റെയും കൗൺസിലിംഗ് സെൻറ്ററിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ക്യാമ്പും കാര്യങ്ങളും ഉള്ള ഭദ്രാസനം ഇതാണെന്ന് എനിക്കറിയാം. എന്നാൽ ആധുനിക തലമുറയിൽ മുമ്പേ പറയുന്ന മിടുക്കര്, സമർത്ഥര്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലൂടെ കയറുന്നവർ, രാവും പകലും ജോലി ചെയ്യുന്നതായ ആളുകൾ, വളരെ പ്രഗത്ഭരായി വിദഗ്ധരായി തീരുന്ന പല ആളുകൾക്കുള്ള ഒരു അഡിക്ഷൻ ബെഡ് അഡിക്ഷനാണ്. കിടപ്പ് അഡിക്ഷൻ. നമുക്ക് പഴയ കാലത്തെ കട്ടിലുകളൊക്കെ ശ്രദ്ധിച്ചാൽ അപ്പച്ചനൊരു കട്ടിൽ, അല്പം സൗകര്യമുള്ള വീട്ടിലാണെങ്കിൽ അമ്മച്ചിക്കൊരു കട്ടിൽ. അപ്പച്ചൻ്റെ കട്ടിലാണ് രാജകീയമായ കട്ടിൽ. അമ്മച്ചിയുടെ കട്ടിൽ ഏകദേശം ഒരു കട്ടിലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കട്ടിൽ പ്രസവിച്ചതുപോലെ ഇരിക്കും, അത്ര ചെറിയൊരു കട്ടിലാണ് അമ്മച്ചിക്കുള്ളത്. അപ്പച്ചൻ്റെ കട്ടിൽ മൾട്ടി പർപ്പസ് ഉള്ളതാണ്. വീട്ടിൽ ചെന്നാൽ അച്ഛന്മാർക്കിരിക്കാം, അവർക്ക് ഭക്ഷണം കൊടുക്കാം, അവരെ സ്വീകരിച്ച് ഇരുത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് കട്ടിൽ. എല്ലാം കൂടെ അത് മാത്രമേ ഉള്ളൂ. ആ കട്ടിലേലെങ്ങാനും മക്കളോ കൊച്ചുമക്കളോ എങ്ങാനും കയറി ഒരു സർക്കസ് കാണിക്കുകയോ ചാടുകയോ ചെയ്താൽ മിക്കവാറും ആ കുട്ടിക്ക് അംഗഭംഗം എന്തെങ്കിലും ഉണ്ടാകും. കാരണം അതിലൊന്നും കയറി കളിക്കാനായിട്ട് പാടില്ല. അപ്പച്ചൻ രാവിലെ എഴുന്നേറ്റാൽ ഈ കട്ടിൽ പായയോ തലയണയോ ഉണ്ടെങ്കിൽ അത് ചുരുട്ടും. ചുരുട്ടിയതിന് ശേഷം ഒന്നിൽ ആ തലയ്ക്കൽ അത് വെക്കും, അല്ലെങ്കിൽ ഇത് വെക്കാനായിട്ട് പ്രത്യേക ഒരു ഹാങ്ങിങ് കാരിയറുണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കും. കാരണം കിടക്കാൻ മാത്രമേ കട്ടിലായി ഉപയോഗിക്കുകയുള്ളൂ. കിടക്കാത്ത സമയങ്ങളിലൊക്കെ അത് മൾട്ടി സ്പെഷ്യാലിറ്റി സീറ്റായിട്ട് മാറുന്ന ഒന്നാണ്. ഇന്നത്തെ രീതി മാറിപ്പോയി. ഇന്ന് നമ്മുടെ ബെഡ്റൂമുകളിൽ കിങ്ങും ക്യൂനും ഉണ്ട്. അങ്ങനെയാണോ ഇവിടെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. രാജാവും രാജ്ഞിയുടെയും സൈസിലാണ്. 6x6, 6x5, 6x6. അതൊരു ബെഡിൽ നമ്മളൊരു മുറി പണിത് കഴിഞ്ഞ് ഒരു കട്ടിൽ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരടി കനത്തിലുള്ള ഒരു ഡോക്ടേഴ്സ് സ്പെഷ്യൽ ബെഡ് വിട്ട് കഴിഞ്ഞാൽ ആ വീട് പിന്നീട് JCB കൊണ്ട് ഇളക്കുന്നത് വരെയും ആ കട്ടിലിനെ ആർക്കും മാറ്റാനോ ആ ബെഡ് മടക്കി വെക്കാനോ ഒക്കെ. ആ കട്ടിലെല്ലാം ഇപ്പോഴും നമ്മൾ മുറി ചെല്ലുമ്പോൾ പറയുകയാണ്, വന്നാട്ട് ഇവിടെ കിടന്നാട്ട്. എവിടെ എഴുന്നേറ്റ് പോവുകയാണ്. പള്ളി അടുത്ത ഞായറാഴ്ച പള്ളി സർവീസ് കാണും, കൺവെൻഷന് പിന്നെയും പോകാം. അതുകൊണ്ട് കിടക്കുക. ബെഡ് അഡിക്ഷൻ. സന്ദർശനത്തിന് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരെയും കാണാനായിട്ട് 1-2 സന്ദർശനം കൊണ്ട് ഇപ്പോൾ അച്ഛന്മാർക്ക് പറ്റുന്നില്ല. പറയും വർക്ക് ഫ്രം ഹോമാണ്, അത് വലിയ സന്തോഷമായി. പിള്ളേരെ വിളിക്കാമെന്ന് ചോദിക്കുമ്പോൾ പറയും രാത്രി വൈകിട്ട്. മനസ്സിലായി കാണത്തില്ലായിരിക്കും. രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് കുഞ്ഞ്, ഇപ്പോൾ ഇനിയും വിളിച്ചിളക്കണ്ട, പ്രയാസം ഉണ്ടാക്കണ്ട. ആർക്കും ബെഡ്റൂമിൽ പ്രവേശനമില്ല. അതുകൊണ്ട് ബെഡ് അഡിക്ഷൻ രോഗികൾക്കല്ല പ്രിയമുള്ളവരെ.
ഇന്ന് സാധാരണക്കാരായ ആരോഗ്യമുള്ള അഭ്യസ്തവിദ്യരായ യുവതലമുറകൾക്കെല്ലാം ഏറ്റവും വലിയ അഡിക്ഷനായിട്ട് തീർന്നിരിക്കുന്നത് ബെഡ് അഡിക്ഷൻ. കിടക്കുക കിടക്കുക എഴുന്നേക്കണ്ട എന്ന് പറയുന്ന വലിയ നിർബന്ധം ബെഡ് നമ്മളോട് പറയുമ്പോൾ ആ കിടപ്പിൻ്റെ ആലസ്യത്തിൽ നിന്ന്, അലസതയിൽ നിന്ന് ഈ 38 വർഷമായി കിടന്ന് കൊതി തീർന്ന ഈ രോഗിയെ യേശു പറയുകയാണ്, കിടപ്പ് മതിയാക്കുക, നടപ്പ് ശീലമാക്കുക. നീ ഇനിയൊരു പേഷ്യൻ്റ് അല്ല, നീ ഇന്നു മുതലൊരു പിൽഗ്രിം ആണ്. നീ യാചകനല്ല, ഭിക്ഷാടകനല്ല, നീ രോഗിയല്ല. നീ ഇനി യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നീ ക്യാമ്പസിൽ കിടന്നത് മതി, കൊളക്കരയിൽ കിടന്നത് മതി, നിനക്കിനിയും യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ. തുടർന്നുള്ള വാക്യങ്ങളിലെല്ലാം ഉണ്ട്, നിങ്ങളത് വൈകിട്ട് തിരിച്ചു പോയതിന് ശേഷം വായിച്ചാൽ മതിയാകും. അവനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളെ ദൈവം ചില ആലസ്യത്തിൽ നിന്നൊക്കെ വിളിക്കുന്നത് വെറും കിടക്കപ്പായയിൽ നിന്ന് വിളിക്കുകയല്ല, വെറും കൊളക്കരയിൽ നിന്ന് വിളിക്കുകയല്ല ചെയ്യുന്നത്. അന്ധവിശ്വാസത്തിൻ്റെയും അനുബന്ധ വിശ്വാസത്തിൻ്റെയും നാട്ടുവിശ്വാസത്തിൻ്റെയും ഐതിഹ്യങ്ങളുടെയും കെട്ട് വിശ്വാസങ്ങളുടെയും ഒക്കെ പുറകിൽ കിടന്ന് വെള്ളത്തിൽ മുങ്ങി കുളിച്ച് മണ്ണ് വാരിത്തേച്ച് കലക്കവെള്ളം മോന്തി സൗഖ്യമാക്കുന്ന രീതിയിൽ നിന്ന് നീ ശുദ്ധവിശ്വാസത്തിലേക്ക് എഴുന്നേറ്റ് നടക്കാൻ പറയുന്ന യേശുവിൻ്റെ പ്രാഗൽഭ്യത്തോടുകൂടെയുള്ള വാക്കാണ്, അവൻ്റെ വാക്കാണ് അവന് സൗഖ്യമായിട്ട് തീരുന്നത്. ഉത്സവപ്പറമ്പിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. അവനെ ഭിക്ഷാടനത്തിൽ നിന്ന് മാറ്റി അവനെ തീർത്ഥാടകനായിട്ട് അവനോട് പറയുകയാണ്, ഇനിയും നീ മേലാൽ പരാതി പറഞ്ഞേക്കരുത്. എനിക്കാരുമില്ല, എന്നെ ഇറക്കുവാനായിട്ട് ആരുമില്ല, ബാക്കിയുള്ളവരെല്ലാം കരുത്തരാണ്, എനിക്ക് മുമ്പേ ഇറങ്ങുന്ന മിടുക്കന്മാരുണ്ട്. നോ മോർ കംപ്ലൈൻറ്റ്സ്. നിനക്കിനിയും പരാതി പറയുവാൻ ഒരിടവുമില്ല, ഒരു വിഷയവുമില്ല. നീ എഴുന്നേറ്റ് കഴിഞ്ഞു. നീ എഴുന്നേറ്റത് താങ്ങിപ്പിടിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് ആശീർവാദം കഴിയുന്നിടം വരെ നോർത്തു നിർത്തുന്ന അനുഭവമല്ല. നീ എന്നേക്കും നടക്കണം. നീ ചുമടെടുത്ത് നടത്തണം, ഭാരം വഹിച്ച് നീ നടത്തണം. അത്ര ബലത്തോടെ കരുത്തുള്ളവനായിട്ട് അവനെ എഴുന്നേൽപ്പിക്കുന്ന അനുഭവമാണ്. സ്നേഹിതരെ, ദേവാലയത്തിൽ കയറുവാൻ മനസ്സില്ലാത്ത ആളുകൾ വിശ്വാസ സമൂഹത്തിനിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാധനയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ താല്പര്യമില്ലാത്ത ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് പുറത്ത്, ദേവാലയത്തിന് പുറത്ത് മണ്ണ് കുഴച്ച് തേക്കുവാനും ഉരുളികമഴ്ത്തുവാനും കുളി നേർച്ച നടത്തുവാനും കുളത്തിലിറങ്ങുവാനും കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുപോകാനും ഒക്കെ വളരെയധികം മനസ്സ് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ കരസ്പർശനമേൽക്കുവാൻ, ജീവിപ്പിക്കുന്ന സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ മടികാട്ടുന്ന അലസർ, കിടപ്പ് രോഗികൾ, ബെഡ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ തറപറ്റി കിടക്കുമ്പോൾ യേശു പറയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. കിടപ്പ് രോഗിയെ നല്ല നടത്തത്തിലേക്ക്, അവനെ നല്ല എക്സസൈസിലേക്ക്, അവനെ അവൻ്റെ ഐതിഹ്യത്തിൽ നിന്നും കെട്ടുകഥകളിൽ നിന്നും എല്ലാം വിശ്വാസത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് അവനെ വളർത്തുന്ന ദൈവമാണ്. മൂന്നാമത്തെ കാര്യവും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു അര പോയിൻ്റ് കൂടെ, അത് കൺക്ലൂഷനായിട്ട് കണ്ടാൽ മതി. 3 കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കരുത്തല്ല, കരുണയാണ് ആവശ്യം. രണ്ടാമത് പറഞ്ഞത്, അവഗണിക്കപ്പെടുന്നവനെ യേശു പരിഗണിക്കും. മൂന്നാമത് കണ്ടത്, കിടപ്പ് രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു യാചകനെ ഒരു തീർത്ഥാടകനാക്കി മാറ്റുന്നു. അവസാനത്തെ കൺക്ലൂഡിങ് വാക്ക് പറയുക. അതാണ് ഏറ്റവും ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സിലിരിക്കേണ്ടത്. അത് 4-മത്തെയോ 3-യോ ചിന്തയായിട്ട് നിങ്ങൾ എടുക്കുക. പക്ഷെങ്കിൽ ആ അര ഡോസ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുക. വെള്ളത്തിൽ വീഴാതെ വചനത്തിൽ വളരുക. വെള്ളത്തിൽ വീഴാതെ, കുളത്തിൽ വീഴാതെ വചനത്തിൽ വളരുക. മൂവ് ഫ്രം വാട്ടർ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഈ രോഗി ഇവിടെ കിടക്കുമ്പോൾ സൗഖ്യത്തിൻ്റെ ഒരൊറ്റ
വിഷയമേ ഉള്ളൂ. കലക്ക വെള്ളം ദൂതനിറങ്ങി കുളം കലക്കും. കുളം കലക്കിയാൽ ആദ്യം ഇറങ്ങുന്നയാളിന് സൗഖ്യം. അവൻ്റെ ശ്രദ്ധ മുഴുവൻ മാറ്റുകയാണ്. നമ്മൾ നോക്കുക, വളരെ ഈസി ആയിട്ട് യേശു കർത്താവിന് ഒരു കൈ കൊണ്ട് അവനെ പിടിച്ചിറക്കാനുള്ളതേ ഉള്ളായിരുന്നു. അവനെ കുളത്തിലിറക്കുന്നില്ല, വെള്ളം കാണിക്കുന്നില്ല. യേശു പറയുന്നത് ഒരൊറ്റ വാക്കു മാത്രമാണ്: എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. പ്രിയമുള്ള സ്നേഹിതരെ, സ്ഥാവരജംഗമ വസ്തുക്കൾ കൊണ്ട് സൗഖ്യമാക്കുന്ന ദൈവത്തെക്കാൾ വാക്കുകൊണ്ട്, വചനം കൊണ്ട്, ശബ്ദം കൊണ്ട്, സ്വരം കൊണ്ട് സൗഖ്യമാക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. വചനത്തെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. ലോഗോസ് തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ലോഗോസ് എന്ന് പറഞ്ഞാൽ വേർഡ് ഓഫ് ഗോഡ്. ഇന്ന് നമുക്ക് മണ്ണ് വാരി തേക്കുകയോ കലക്ക വെള്ളം കുടിക്കുകയോ മീൻ വിഴുകുകയോ ഒക്കെ ചെയ്യുന്ന കൊതിയുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് സേവിക്കാവുന്ന, വിശ്വസിക്കാവുന്ന, ആശ്രയിക്കാവുന്ന ദൈവത്തിൻ്റെ വചനം വെള്ളത്തിൽ വീഴരുത്, വചനത്തിൽ വളരണം. ക്ഷമിക്കണേ, പല ആളുകളും വചനത്തിൻ്റെ പിടിവിട്ട് വെള്ളത്തിൽ തെന്നി വീഴുന്നുണ്ട്. ചുങ്കത്തറ കാണും, കോന്നിയിലൊക്കെ ഉണ്ട്. വല്ലാത്ത അഭിനിവേശമായിരുന്നു വചനത്തിൽ. കുറച്ച് കഴിയുമ്പോൾ പോരാ, വെള്ളത്തിൽ വീഴണം. ഇത്രയും മലയാളം പറഞ്ഞാൽ എല്ലാം മനസ്സിലാകും. പ്രിയ സ്നേഹിതരെ, 2026 എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യേശു നമ്മളോട് പറയുന്നു, അവൻ്റെ വചനം നമ്മളെ സൗഖ്യമാക്കും. ശതാധിപൻ, കൂട്ടായ്മയിൽപ്പെടാത്തവൻ, യഹൂദേതരനായ ആള് യേശുവിനെ വിളിച്ചുകൊണ്ടുവരിക. തൻ്റെ ദാസൻ അവന് സുഖമില്ലാതെ മരിപ്പാറായിരിക്കുന്നു. വീടിനോട് അടുത്ത് വരുന്ന സമയത്ത് പറയുകയാണ്, നിൻ്റെ വീട്ടിൽ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അടുത്ത വാചകം, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിലെ ഏത് രോഗത്തിനും, ഏത് കിടപ്പ് രോഗത്തിനും, ഏത് ദ്രവിപ്പിക്കുന്ന രോഗത്തിനും യേശുവിൻ്റെ വചനം എന്ന് പറയുന്ന ഒറ്റമൂലിക്കപ്പുറത്ത് ഒരു കുളവുമില്ല, ഒരു തോടുമില്ല, ഒരു ടാങ്കുമില്ല, ഒരു കലക്കവുമില്ല, വെള്ളവുമില്ല എന്ന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം. ദ പ്യുവർ വേർഡ് ഓഫ് ഗോഡ്, ദ ലോഗോസ് തെറാപ്പി വിൽ ഹീൽ യുവർ ഡിസീസ്. നിന്റെ ജീവിതത്തിൻ്റെ സകല രോഗങ്ങളെയും മാറ്റുവാൻ അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. വെള്ളത്തിൽ വിശ്വസിക്കാതെ യേശുവിൻ്റെ വാക്കിൽ വിശ്വസിക്കുക. അവനെ കുളക്കരയിൽ നിന്ന് കൊണ്ടുപോയി. കുളക്കരയിൽ നിന്ന് അവൻ ദേവാലയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അന്ധവിശ്വാസവും ഐതിഹ്യത്തിൻ്റെ പെരുമകളും നാട്ടുവിശ്വാസങ്ങളും ചില ചില്ലറ അനുബന്ധ വിശ്വാസങ്ങളും ആത്യന്തികമായ വിശ്വാസത്തെക്കാൾ അപ്പുറമായിട്ട് കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വർഷത്തെ കൺവെൻഷനിൽ വിശ്വാസ പരിപോഷണമാണ് നമ്മുടെ അടിസ്ഥാന വിഷയമെങ്കിൽ, ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. ഈ വചനമയച്ച് എന്നെ സൗഖ്യമാക്കും എന്ന് ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കും. ആ വചനത്തിൽ കുലുക്കി സർബത്ത് പോലെ വേറെ ഒന്നും ചേർക്കരുത്, വേറെ ഒരു മായവും ചേർക്കരുത്, കലക്കവെള്ളവും ചേർക്കരുത്, സോഡയും ചേർക്കരുത്, കളറൊന്നും ചേർക്കാതെ ദ പ്യുവർ പ്യൂരിഫൈഡ് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നിർമ്മല വചനം ഏത് മാറാ രോഗത്തെയും മാറ്റുന്ന വലിയ സൗഖ്യദായകമായ മരുന്ന് ആണ്. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കും. 4 ചിന്തകളാണ്. 3 പ്രധാന ചിന്തകൾ, ഒരു അനുബന്ധ ചിന്തയും. 38 വർഷമായിട്ട് കുളക്കരയിൽ കിടക്കുന്ന രോഗി, അവനെ സൗഖ്യമാക്കുവാൻ, അവനെ കണ്ടറിഞ്ഞ് അവൻ ചോദിക്കാതെ അന്വേഷിച്ച് ചെല്ലുന്ന ഭിഷഗ്വരനാണ്, ഡോക്ടറാണ് യേശു കർത്താവ്. ചെന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് കരുത്തരുടെ ആവശ്യമല്ല, നിനക്ക് കരുണയുള്ളവൻ്റെ സാന്നിധ്യം. കരുത്തരിലും മിടുക്കരിലും എക്സ്പേർട്സിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് ദൈവത്തിൻ്റെ കരുണയും കനിവും ആ കരങ്ങൾ നമ്മളെ തേടിയെത്തുന്നത് മറന്നു പോകരുത്. ഇതുവരെയും ദൈവസന്നിധിയിൽ ഒരു പരിഗണന എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, ഈ രാത്രിയിൽ ദൈവം നിന്നെ പരിഗണിക്കും. നിന്നെ മാത്രം പരിഗണിക്കുവാനായി നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ?
യേശു ക്രിസ്തു നമ്മെ പരിഗണിക്കും. പല രീതിയിൽ ആളുകളെ അവഗണിച്ച് നമ്മൾ വീട്ടിൽ നിന്നും നമ്മൾ പുറന്തള്ളുന്നതായ ഈ സമൂഹത്തിൽ അങ്ങനെ തള്ളിക്കളയുന്നവരെയും തള്ളരുത്, നിന്നെ കൊള്ളുവാൻ സ്വീകരിക്കുവാൻ ഞാനുണ്ട്, യേശു പരിഗണിക്കുന്ന ദൈവം. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത്, അവൻ കിടപ്പ് രോഗിയെ നടപ്പ് യോഗിയാക്കി മാറ്റി. പൂർണ്ണാരോഗ്യത്തോടെ അവന് ഭാരമെടുത്ത് നടക്കുവാൻ സമ്പൂർണ്ണ സൗഖ്യത്തിൽ അവനെ എഴുന്നേൽപ്പിച്ച് നടത്തുകയാണ്. ഭിക്ഷാടകനെ ഒരു തീർത്ഥാടകനാക്കി മാറ്റി. നമ്മളിനിയും ശ്രദ്ധിക്കേണ്ടത്, കുളത്തിലിറക്കാതെ സൗഖ്യമാക്കിയ ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. വെള്ളത്തിലിറക്കാതെ സൗഖ്യമാക്കിയ ഒരു ദൈവമുണ്ട്. നീ വചനത്തിൽ മുങ്ങുക, വചനമയച്ച് സൗഖ്യമാക്കുന്ന, വെള്ളത്തിലും കുളത്തിലും വീഴാതെ നീ വചനത്തിൽ വീഴുക, വചനത്തിൽ വളരുക. ആ വചനം നമ്മെ സൗഖ്യമാക്കും. അപ്രകാരമുള്ള സമ്പൂർണമായ സൗഖ്യം അനുഭവിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് വചനത്തിലൂടെയുള്ള സൗഖ്യം അനുഭവിച്ച് കർത്താവിനെ അനുഗമിക്കുവാൻ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ച് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.